Hello friends, welcome to SAT. നമ്മൾ പഠിക്കാൻ പോകുന്നത് Algebra of Limits. ലിമിറ്റ്സിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ആൽജിബ്ര, അതായത് രണ്ട് ലിമിറ്റുകൾ തമ്മിൽ കൂട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം. മനസ്സിലായോ? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആൽജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഫോർമുല വരിക എന്ന് നോക്കാം. ഇഫ് ദർ ആർ ടു ഫങ്ഷൻസ്, സപ്പോസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് എഫ് and the second function is g. So there are two functions. I want to find out the limit of f of x, that is the first function, and g of x, that is the second function. Okay, clear? Our first function f of x um second function g of x ആണ് വിചാരിക്കുക. For example sin x ഉം പിന്നെന്താണ് cos x ഉം രണ്ട് ഫംഗ്ഷൻ. അപ്പോൾ sin x plus cos x എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനും നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുക. ഇൻ ജനറൽ നമ്മൾ എങ്ങനെ പറയും, എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ പ്ലസ് ജി ഓഫ് എക്സ് അനദർ ഫംഗ്ഷൻ, വേറെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജി എന്ന് എഴുതിയിരിക്കുന്നത്, വേറൊരു അക്ഷരം ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇതിൻ്റെ രണ്ടിൻ്റെ ലിമിറ്റ് എങ്ങനെ കാണും? ലിമിറ്റ് സപ്പോസ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്, രണ്ട് പേരിൻ്റെ ലിമിറ്റുകൾ തമ്മിൽ കൂട്ടേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും നോക്കാം. The first formula says that if the limit x tends to a, f of x plus g of x, ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രണ്ടിൻ്റെ സെപ്പറേറ്റ് കാണാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്, സെപ്പറേറ്റ് കാണാം. ഇത് തന്നെയാണ് മൈനസ് വന്നാലുള്ള കേസ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, ഫോർ എക്സാമ്പിൾ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, അങ്ങനെ വന്നാൽ ലിമിറ്റ് എഫ് ഓഫ് എക്സ് എക്സ് ടെൻസ് ടു എ മൈനസ് ലിമിറ്റ് ജി ഓഫ് എക്സ് എക്സ് ടെൻസ് ടു എ. ഇനി രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത്, ഇത് അഡീഷനും സബ്സ്ട്രാക്ഷനും അവിടെ കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് ഒരു സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 sin x ഉണ്ട്, അപ്പോൾ 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, ജനറലായിട്ട് നമ്മൾ ആ സംഖ്യയെ കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ. അങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ പുറത്തേക്ക് എടുക്കാം. കെ പുറത്തേക്ക് എടുത്തു, സംഖ്യ പുറത്തേക്ക് എടുത്തു, ലിമിറ്റ് x tends to a f of x. Clear? മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ഫോർമുല നമുക്ക് നോക്കാം. ലിമിറ്റ് x tends to a f of x into g of x. ലിമിറ്റ് x tends to a f of x into g of x. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ എളുപ്പമാണ്, ഓരോന്നും സെപ്പറേറ്റ് കാണുക. ലിമിറ്റ് എഫ് ഓഫ് എക്സ് എക്സ് ടെൻസ് ടു എ, ഓക്കെ, ഇൻ ടു അടുത്തത് ലിമിറ്റ് ജി ഓഫ് എക്സ് എക്സ് ടെൻസ് ടു എ. ക്ലിയർ? അതായത് ഇതിനെ ഇതുകൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. ഓക്കെ, അടുത്തത് ഡിവിഷനാണ്, ഹരിക്കേണ്ട ഘട്ടം വരുമ്പോഴാണ്. നാലാമത്തെ ഫോർമുല ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ചെയ്യേണ്ടി വന്നാൽ, നേരത്തെ നമ്മൾ കുറിച്ചപ്പോൾ എന്ത് ചെയ്തത്, ഒരെണ്ണത്തിൻ്റെ ലിമിറ്റ് ഇൻറ്റു അടുത്തതിൻ്റെ ലിമിറ്റ്. സിമിലാർലി ഇവിടെ മുകളിലത്തെ ലിമിറ്റ് ഡിവൈഡഡ് ബൈ താഴത്തെ ലിമിറ്റ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ക്ലിയർ? ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷനാണെന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊരിക്കലും 0 ആവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. The condition says that limit
x tends to a g of x not equal to 0. കാരണം 0 വെച്ചുള്ള ഡിവിഷൻ നമുക്കില്ല. എന്താണ് അതിൻ്റെ ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കറിയില്ല. നോട്ട് ഫൗണ്ട്. അടുത്തത് ഈഫ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഈ 5 എണ്ണമാണ് നമ്മൾ മെയിനായിട്ട് 4 എണ്ണമാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇനി വേറൊരു കണ്ടീഷനാണ് പറയുന്നത്. ഈഫ് f of x less than or equal to g of x for all x, then for f of x, suppose 5x plus 3 ഇതൊരു ഫംഗ്ഷൻ, 5x plus 2 ഇത് മറ്റൊരു ഫംഗ്ഷൻ, 5x plus 4. ക്ലിയർ? ഇതിനേക്കാളും വലുതാണ് ഇത് എങ്കിൽ ഇതിൻ്റെ ലിമിറ്റിനേക്കാളും വലുതായിരിക്കും ഇതിൻ്റെ ലിമിറ്റ്. ഒന്നുകൂടി പറയാം. ഈ ഫംഗ്ഷനേക്കാളും വലുതാണ് ഇത് അല്ലെങ്കിൽ ഈക്വൽ ആണ് ഇത് എങ്കിൽ ലിമിറ്റും അങ്ങനെ തന്നെയായിരിക്കും. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. സോ വി ക്യാൻ സേസ് ദാറ്റ് ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് ടെൻസ് ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ജി ഓഫ് എക്സ് എക്സ് ടെൻസ് ടു എ. ക്ലിയർ? ഇത് വായിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്, അങ്ങനെയാണ് വായിക്കേണ്ടത് ആക്ച്വലി കേട്ടോ. സോ അത് കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഞാനത് പറയാനുണ്ട്. ലോഗരിതമിക് ആയിട്ട് വരുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ലോഗ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ലോഗ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ലോഗ് നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഇതിൻ്റെ ലിമിറ്റ് കാണും. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പോൾ ഈ ഫോർമുലസ് എല്ലാം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ദെൻ എങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യും. ഓക്കെ. സോ നമ്മൾ മെത്തേഡ് 1 ലിമിറ്റ് ചെയ്യുന്നുള്ള മെത്തേഡ് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ എന്താണ് ഓരോരോ വാല്യൂസ് കൊടുത്തിട്ട് ചെയ്യണത് അല്ലേ? ആ മെത്തേഡിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് പോവുകയാണ്. ദ മെത്തേഡ് എന്താണ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം നമ്പർ 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 9. 9 എന്ന് പറയുന്നതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 9. വി നോ ദാറ്റ് ദിസ് ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പഠിച്ചതാണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ലിമിറ്റ് എപ്പോഴും എന്തായിരിക്കും? അത് തന്നെ അറിയും. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 9. ക്ലിയർ? സോ ഇത് തെറ്റിക്കാൻ പാടില്ല. ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് വാല്യൂ കൊടുത്താലും അത് തന്നെയാണ് ആൻസർ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിമിറ്റ് 5x എക്സ് ടെൻസ് ടു 3. ഇങ്ങനെ വരുമ്പോൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചനുസരിച്ചാണെങ്കിൽ ഇതിന് 3ന് തൊട്ട് മുന്നേ ഉള്ള 2.9999 ഒക്കെ കൊടുത്തിട്ട് ഒരു വാല്യൂ കിട്ടും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? 3 ഡയറക്റ്റിനകത്ത് അപ്ലൈ ചെയ്യാം. സോ ദ ആൻസർ ഈസ് 5 into 3 that is 15. Clear? Then another question number 3. Limit x tends to 4 3x by 2. Limit x tends to 4 3x by 2. ഇവിടെ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 4 എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക. So the answer is 3 into 4 by 2. 4 2 multiple 2, 3 into 2 6. It's very easy. Okay. Then fourth problemത്തിലേക്ക് പോവാം. Limit x cube x tends to -2. Again put x as -2, so -2 limit is equal to -2
whole cube. That is minus 2 into minus 2 into minus 2. You know, minus 2 into minus 2 is equal to positive 2 into minus 2 is equal to what? Sorry, positive 4 into minus 2 is equal to minus 8. So the answer is minus 8. Then അഞ്ചാമത്തെ എക്സാമ്പിൾ limit x plus 3 x tends to 3. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ച ഫോർമുലത്തൊക്കെ അപ്ലൈ ചെയ്യാം. നേരത്തെ ഒരു ഫോർമുല പഠിച്ചില്ലേ, രണ്ട് പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തേതിൻ്റെ ലിമിറ്റ് പ്ലസ് രണ്ടാമത്തേതിൻ്റെ ലിമിറ്റ്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു അവർ ഫോർമുല ലിമിറ്റ് x tends to 3 of x plus അടുത്തതിൻ്റെ ലിമിറ്റ് ലിമിറ്റ് x tends to 3 of 3. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് രണ്ടാമത്തേതിൻ്റെ ലിമിറ്റ്, ആദ്യത്തേതിൻ്റെ ലിമിറ്റ് പ്ലസ് രണ്ടാമത്തേതിൻ്റെ ലിമിറ്റ്. ലിമിറ്റ് എക്സ്, അപ്പോൾ എക്സിന് 3 കൊടുത്താൽ മതി. ഇത് ആൻസർ 3 പ്ലസ് നമുക്കറിയാം ഇവിടെ ഒരു സംഖ്യയാണ്, സംഖ്യയുടെ ലിമിറ്റ് എന്താണ്? 3. ഇത് ആൻസർ ഈസ് 6. ഒരു മെത്തേഡ് ഇത് നമ്മൾ പഠിച്ച നേരത്തെ സാർ പഠിപ്പിച്ച ആഡ് ചെയ്യുന്ന മെത്തേഡ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ഇവിടെ കൊടുത്താൽ മതി. സോ 3 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 6. ക്ലിയർ? ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ആറാമത്തെ പ്രോബ്ലമാണ് ലിമിറ്റ് 3 മൈനസ് എക്സ് എക്സ് ടെൻസ് ടു 2. ഓക്കെ, സോ വെരി ഈസി ആണ്. ആദ്യം പറഞ്ഞ മെത്തേഡ് ഒന്നും കൂടി ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3 മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ്. 3യുടെ എന്താണ്? 3 തന്നെയാണ്. മൈനസ് എക്സിൻ്റെ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2. ദ ആൻസർ ഈസ് 1. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോർമുലയിൽ എക്സിന് സ്ഥലത്ത് 2 കൊടുത്താൽ മതി. സോ 3 മൈനസ് 2 ഇസ് ഈക്വൽ ടു 1. ക്ലിയർ? ഓക്കെ, then 7th പ്രോബ്ലത്തിലേക്ക് പോവാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 7. അപ്പോൾ സാർ പഠിപ്പിച്ച പോലെ ഓരോന്നും സെപ്പറേറ്റ് കണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് കാണാം. അതൊരു മെത്തേഡ്. 2-3 പറയുകയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി, കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി സാറ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അടുത്ത ആള് 5x പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 7. എക്സ് ഇസ് ഈക്വൽ ടു 1, അപ്പോൾ 1 എന്ന് കൊടുക്കുക. സോ ദിസ് ഈസ് 1 സ്ക്വയർ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് 5 ഇൻറ്റു 1 പ്ലസ് 7ൻ്റെ അതൊരു സംഖ്യയാണ്, ഉത്തരം 7 തന്നെ. സോ ദിസ് ഈസ് 1 പ്ലസ് 5 പ്ലസ് 7. 1 പ്ലസ് 5 6, 6 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 13. 13 is the answer. ഓക്കെ, ഇതാണ് ഒരു വേ. മറ്റൊരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഹിയർ 1, that is 1 square plus 5 into 1 plus 7. So you will get 13. Okay. Next question 8. Limit x tends to 0 x minus 1 whole square plus 5. ഇനി നമ്മൾ ഡയറക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എക്സിന് വാല്യൂ കൊടുക്കുക. സോ പുട്ട് ഹിയർ 0 മൈനസ് 1 ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0 മൈനസ് 1 സ്ക്വയർ പ്ലസ് 5 ഇസ് ഈക്വൽ ടു മൈനസ് 1 സ്ക്വയർ പ്ലസ് 5. മൈനസ് 1 ഇൻറ്റു സ്ക്വയർ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പോസിറ്റീവ് 1 പ്ലസ് 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 6. സോ ദ ആൻസർ ഇസ് 6. ഓക്കെ, ഇനി സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെറിയൊരു വ്യത്യാസം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 5. ഇങ്ങനെയാണല്ലോ. സോ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 1, ദറ്റ് ഈസ് 1 മൈനസ് 1 സ്ക്വയർ പ്ലസ് 5, ദറ്റ് ഈസ് 0 പ്ലസ് 5 ഇസ് ഈക്വൽ ടു 5. ഓക്കെ,
അപ്പം നമ്മളതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് ഇവിടുത്തെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടാൻ പാടില്ല. മനസ്സിലായോ? 0 കിട്ടിയാൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ. അടുത്തത് 10ാമത്തെ പ്രോബ്ലം ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 5 ഹോൾ സ്ക്വയർ. Put x is equal to 1, that is 1 square plus 3 into 1 plus 5 whole square is equal to 1 plus 3 plus 5. 1 plus 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 plus 5 is equal to 9. Okay? So, sorry, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. So 9 square, that is 81. Okay? Next question. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x raised to 4 minus 7x cube plus 2x minus 1 into 2x square plus 5x plus 3. ഇതാണ് ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വെരി ഈസിയാണ്. ജസ്റ്റ് പുട്ട് ദ 2 x is equal to 2. എക്സിന് 2 എന്ന് കൊടുത്താൽ മതി. So the limit is equal to 3 into 2 raised to 4 minus 7 into 2 cube plus 2 into 2 minus 1. അതാണ് into 2 into 2 square plus 5 into 2 plus 3. Okay. So this is equal to 3 into 2 raised to 4. നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, കാൽക്കുലേറ്ററിൽ കൂട്ടി നോക്കാം. So 16 minus 7 into 2 cube is equal to 8 plus 4. 4 minus 1 into 2 into 4. നമുക്ക് ചെയ്യാലോ. 2 into 4 is equal to 8. 2 into 4 is equal to എന്താണ്? 8 plus 5 into 2 is equal to 10 plus 3. Okay. ഇത് നിങ്ങളെല്ലാം ചെയ്യുക. is equal to 3 into 16 48 minus 56 plus 3 into ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 21 കിട്ടും. So this is equal to 48 minus 56 is equal to minus 5 into 21. The answer is minus 105. That's all about this lesson. നിങ്ങൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ്, അതായത് ഇതിൻ്റെ ഫുൾ വീഡിയോ സീരീസ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ നിന്നും കാണാവുന്നതാണ്, കണ്ടുപഠിക്കാവുന്നതാണ്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൻ്റെ ലിങ്കിന് വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു വൺസ് അഗൈൻ.